ഹലോ. വിറ്റമിൻ ഡി നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒത്തിരി അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ധാരാളം ആളുകൾക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പലരും അവരുടെ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അവർക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ചിലർക്കൊക്കെ വളരെയധികം കുറവായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളത് നമുക്ക് പല രോഗങ്ങൾക്കും കാരണമാകും. ആദ്യമായിട്ട് തന്നെ വിറ്റമിൻ ഡി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോൺ ഹെൽത്ത്, മസിൽ മൂവ്മെൻറ്റ്, നെർവ് കണക്ഷൻ ടു ദ ബ്രെയിൻ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ. ഇറ്റ് ഹെൽപ്സ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് മേജർ ഡിസീസസ് ലൈക്ക് ക്യാൻസർ. അതായത് വിറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ വളരെയധികം കാര്യങ്ങൾക്ക് അത്യാവശ്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോൺ ഹെൽത്ത്, മസിൽ മൂവ്മെൻറ്റ്, അതായത് ബോണിൻ്റെ ഹെൽത്ത്, മസിലിൻ്റെ മൂവ്മെൻറ്റ്, മസിലിൻ്റെ ഹെൽത്ത്, അതുപോലെ തന്നെ നെർവിൻ്റെ ഫങ്ഷന്, നെർവ് കണക്ഷൻ ടു ബ്രെയിൻ, ഇതിനെല്ലാം വളരെയധികം അത്യാവശ്യമുള്ള ഒരു വിറ്റമിനാണ് വിറ്റമിൻ ഡി. അത് ക്യാൻസറിന് പോലും, ഇതിൻ്റെ ഡെഫിഷ്യൻസി ക്യാൻസറിന് പോലും കാരണമാകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ബവൽ ക്യാൻസർ ആയിരുന്നു. ഇപ്പം 12 വർഷമായി ബവൽ ക്യാൻസർ. അത് എല്ലാം ഓൾ ക്ലിയർ ഒക്കെ തന്നിട്ടുണ്ട് എല്ലാം. എന്നാലും നമ്മളൊരു റിസ്കിലാണല്ലോ, നമുക്കൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും അതുവരെ 12 വർഷമായിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത്, സർജറിയും ട്രീറ്റ്മെൻറ്റ്, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി എല്ലാം എടുത്തതാണ്. അത് കഴിഞ്ഞിപ്പോൾ 12 വർഷമായി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് സർജറി ചെയ്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. വയറിന് അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്നേരം എനിക്ക് ക്യാൻസർ വരുന്നതിന് മുന്നേ എനിക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം മസിലിനൊക്കെ വേദനയും ബോണിനും മസിലിനും ഒക്കെ ഭയങ്കര വേദന, അങ്ങനെ ക്ഷീണമൊക്കെ തോന്നിയിട്ടാണ് ഞാൻ ഡോക്ടറോട് പോയി പറയുന്നത്. അപ്പോൾ അവർ വിറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് കുറവുണ്ടായിരുന്നു. അങ്ങനെ സപ്ലിമെൻ്റൊക്കെ എടുത്തായിരുന്നു. പക്ഷേ സപ്ലിമെൻ്റൊക്കെ എടുത്ത് കറക്റ്റ് ആക്കിയെങ്കിലും അതിനിപ്പുറം തന്നെ അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെയാണ് എനിക്കിങ്ങനെ ഇത് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസറിനുള്ള ആരംഭം ആയിരുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ക്യാൻസറിന് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു കാരണമായെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അസുഖം വന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒത്തിരി ഇങ്ങനെ വായിക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകും. കുട്ടികൾക്കാണേലും ഉണ്ടാകും, മുതിർന്നവർക്കാണേലും ഉണ്ടാകും, എല്ലാവർക്കും റിസ്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിറ്റമിനാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോണിന് അത്യാവശ്യം ഒരു ഘടകമാണ് ഒരു കാൽസ്യം എന്ന് പറയുന്നത്. അപ്പോൾ കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിലും വിറ്റമിൻ ഡി അത്യാവശ്യമാണ്. വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം അബ്സോർപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. When vitamin D levels are low and the body isn't able to properly absorb calcium and phosphorus, there is an increased risk of bone pain, fractures, muscle pain, and muscle weakness. In older adults, severe vitamin D deficiency can cause risk of falls. അപ്പോൾ അത് പറയുന്നത് നമുക്ക് ബോണിൻ്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് വിറ്റമിൻ ഡിയും അതുപോലെ തന്നെ കാൽസ്യമൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ എൽഡർലി ആയിട്ടുള്ള അല്ലെ പ്രായം കൂടിയവർക്കൊക്കെ ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ബോണിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. അങ്ങനെ സ്ട്രെങ്ത് കുറഞ്ഞു പോകുമ്പം കൂടുതലായിട്ട് അവർക്ക് വീഴാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ശരീരത്തിന് കാലിനൊക്കെ ബലമില്ലാതെ വരും. അങ്ങനെ വീഴും, ഓസ്റ്റിയോപ്രോസിസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വീഴുമ്പോൾ നല്ലപോലെ ഫ്രാക്ചറൊക്കെ പെട്ടെന്നുണ്ടാകും. അതാ ഈ പ്രായമായ ആൾക്കാരൊക്കെ വീഴുമ്പോഴത്തേനും പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫ്രാക്ചറൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതൊക്കെ ഹീൽ ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെയധികം ഒരു റിസ്ക് ഉണ്ട് ഇങ്ങനെ പ്രായമായ ആൾക്കാരിൽ വിറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ. ഇപ്പോൾ ഇങ്ങനെ വിറ്റമിൻ ഡി കുറഞ്ഞാലുള്ള റിസ്ക്കാണ് കാണിക്കുന്നത്. ഓസ്റ്റിയോമലേഷ്യ,
അങ്ങനെ പിന്നെ ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ ഉണ്ടാകും എൽഡർലിക്ക്. ചിൽഡ്രൻ ആണെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാകും. ഇതൊക്കെ ബോണിൻ്റെ ബോണിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്നതാണ്. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതും ശരീരത്തിൽ വളരെയധികം കുഴപ്പങ്ങളുണ്ടാക്കുന്നതാണ്. ആ റുമാറ്റോയ്ഡ് ആർത്തറൈറ്റിസ് ഒക്കെ ഉണ്ടാക്കും. ഡിപ്രഷന്, ക്രോണിക് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ക്യാൻസർ, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് ഇതൊക്കെ ഉണ്ടാക്കാം. അതായത് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷന്, അതായത് നെർവ് സിസ്റ്റത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം. നമ്മുടെ കോഗ്നിഷനെയൊക്കെ അഫക്റ്റ് ചെയ്യാമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വിറ്റമിൻ ഡിയുടെ ഫുഡ് സോഴ്സസ് എന്നൊക്കെയാണെന്ന് നോക്കാമേ. അത് ഓയിലി ഫിഷ് ഇൻക്ലൂഡിങ് സാൽമൺ, മാക്രൽ ആൻഡ് സാർഡിൻസ്. സാൽമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികം സുലഭമായിട്ട് കിട്ടുന്നില്ല. മാക്രൽ എന്ന് പറഞ്ഞാൽ അയല, പിന്നെ മത്തി, ഇതൊക്കെ ഇങ്ങനെയുള്ള ഫിഷൊക്കെ കഴിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് സോഴ്സസാണ് എഗ് യോക്ക്, മീറ്റ്, ലിവർ, ഇതൊക്കെ. പിന്നെ ചില ബ്രേക്ക്ഫാസ്റ്റ് സീരീസിലൊക്കെ ഇവർ വിറ്റമിൻ ഡി ഇങ്ങനെ ഫോർട്ടിഫൈഡ് വിറ്റമിൻ ഡീസ് ഒക്കെ ചേർക്കും. അങ്ങനെയുള്ളതൊക്കെ കഴിക്കുകയാണെങ്കിൽ ചീസ്, ഫാറ്റ് സ്പ്രെഡ്സ് ഇതൊക്കെ നല്ലതാണ്. പിന്നെ ഫുഡ്സ് ഹൈ ഇൻ വിറ്റമിൻ ഡി ഫിഷ് ഫോർട്ടിഫൈഡ് ബ്രേക്ക്ഫാസ്റ്റ്, അതൊക്കെ ഉണ്ട്. വിറ്റമിൻ ഡി ഫ്രം മോഡറേറ്റ് സൺലൈറ്റ് ടേക്ക് എന്നിട്ട് ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് ടേക്ക് വിറ്റമിൻ D3 സപ്ലിമെൻറ്റ് ഓർ കോഡ് ലിവർ ഓയിൽ, അങ്ങനെയുള്ളതൊക്കെ. ഇപ്പോഴത്തെ വരെ നമ്മുടെ ഫുഡിൻ്റെ ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട് ഇപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ചും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെ കണ്ടമാനമൊന്നും കഴിക്കുകയല്ലേ. അതുപോലെ തന്നെ മീറ്റ്, ഫിഷ്, ഇത് ഈ വിറ്റമിൻ ഡി എന്ന് പറയുന്ന ഫുഡിനകത്തു നിന്നും ഒത്തിരി അധികം കിട്ടുന്നതുമല്ല. അപ്പോൾ അങ്ങനെ വളരെയധികം കുറച്ച് കിട്ടുള്ളൂ. സൺലൈറ്റാണ് ഇതിൻ്റെ മെയിൻ ഒരു സോഴ്സ്. സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഭയങ്കരമായ ചൂട് കാരണം ആരും തന്നെ അങ്ങനെ സൺലൈറ്റിലും അധികം എക്സ്പോസ് ആകാറില്ല. അപ്പം നമുക്ക് ശരിക്കും നമുക്ക് വിറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കേണ്ടതുണ്ട്. വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ് അത് നമ്മൾ ബ്ലഡ് സംശയമുള്ളവർക്ക് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അവരെ കൊണ്ട് ചെക്ക് ചെയ്യിച്ച് അവരോട് അഡ്വൈസ് ചോദിച്ചിട്ട് വിറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ 30 to 100 എന്നാണ് നോർമൽ വാല്യൂ പറയുന്നതെങ്കിലും എബവ് 50 നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ റിസ്ക് കുറഞ്ഞിരിക്കുക വിറ്റമിൻ ഡിയുടെ ലെവല് 50ക്ക് മുകളിൽ നിർത്തുവാണെങ്കിൽ. ഇതൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ സെർച്ച് ചെയ്ത് ഗൂഗിളിലൊക്കെ നോക്കി ഉള്ള ഇൻഫർമേഷൻ എടുത്തിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ അത് ഒരു 2-3 മാസമൊക്കെ കഴിച്ചാലേ നമുക്കിതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ പിന്നെ ഈ ബോൺ പെയിനും മസിൽ പെയിനും ഒക്കെ സ്ലോലി കുറഞ്ഞു വരുന്നത്. അതങ്ങനെ പെട്ടെന്ന് കഴിക്കുന്ന ഉടനെ കുറഞ്ഞു വരിക. കാരണം നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ ലെവലൊന്ന് ഓക്കെ ആയിട്ട് ശരീരത്തിൽ വന്നിരിക്കുന്ന കുഴപ്പങ്ങളൊക്കെ പയ്യെ മാറി വരണം. അതുപോലെ തന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ, ശരീരത്തിലെ ക്ഷീണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാകാവേ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബോഡി പെയിന്, മസിൽ പെയിന് നന്നായിട്ടുണ്ടാകും. അതൊക്കെ ഉള്ളവർ ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് തന്നെ ജോയിൻറ്റിന് തേയ്മാനം ഉണ്ടാകും. കാരണം കാൽസ്യം അബ്സോർഷനൊക്കെ കുറഞ്ഞു പോകുമല്ലോ. അപ്പോൾ ജോയിൻറ്റ് പെയിൻ ഉള്ളവരൊക്കെ വിറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിക്കേണ്ടതായിട്ട് വരും അവർക്കൊക്കെ. ഇതൊക്കെ ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടി കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ വിറ്റമിൻ ഡി നമ്മളൊരു ഹൈ ഡോസ് കുറവാണെങ്കിൽ ഹൈ ഡോസ് ആദ്യമേ നമ്മൾ കഴിച്ചിട്ട് പിന്നെ ഒരു മെയിൻ്റനൻസ് ഡോസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ള ക്ഷീണം, ബോഡി പെയിന്, ബോൺ പെയിന്, അതായത് എല്ലിനൊക്കെ ഒരു വേദനയുള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ ഉള്ളവർ മൂഡ് ശരിയാകാത്തത്, അങ്ങനെയൊക്കെ ഉള്ളവർ ശരിക്കും ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ വിറ്റമിൻ ഡി ചെക്ക് ചെയ്യിക്കണം. ചെക്ക് ചെയ്യിച്ചിട്ട് അതിന് മരുന്ന് ആവശ്യമാണെങ്കിൽ കഴിക്കുകയും ചെയ്യണം. വിറ്റമിൻ ഡി ഇല്ലാത്ത കാരണമായിരിക്കും നമുക്ക് ഒത്തിരിയും രോഗങ്ങളുണ്ടാകുന്നത്. അപ്പോൾ വിറ്റമിൻ ഡി സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വയറ്റിൽ പിന്നെ നമ്മൾ ഫുഡ് കൊടുത്ത് കഴിച്ചാൽ ശരിക്കും അബ്സോർബ് ചെയ്തുള്ളൂ. ഇതൊരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആണേ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ നെയ്മയമുള്ള എന്തെങ്കിലും എണ്ണയുടെ അംശമുള്ള ഭക്ഷണമൊക്കെ കൂട്ടി കഴിച്ച് കഴിയുമ്പോൾ വിറ്റമിൻ ഡി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഒത്തിരി നെയ്യൊന്നും വേണമെന്നില്ല. നമ്മൾ വലിയ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിറ്റമിൻ ഡിയെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ. അപ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.